തങ്ങളുടെ കാഫിർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മുൻ MLA KK ലതിക ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തു. നടപടി പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ. നീറ്റ് പരീക്ഷാ ക്രമക്കേട് സ്ഥിരീകരിച്ച കേന്ദ്ര സർക്കാർ. രണ്ടിടത്ത് ക്രമക്കേട് നടന്നുവെന്ന് വിവരം ലഭിച്ചെന്ന കേന്ദ്ര വിദ്യാഭ്യാസ ധർമ്മേന്ദ്ര പ്രധാൻ. കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. പാലക്കാട് SIയെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. അലനെ പിടികൂടിയത് പട്ടാമ്പിയിൽ നിന്ന്. തൃത്താല SIയെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഇന്നലെ രാത്രി. ഇന്ദിരാഗാന്ധി ഭാരത മാതാവ് എന്ന പ്രയോഗത്തിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി. കോൺഗ്രസിന്റെ മാതാവെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞത് തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും സുരേഷ് ഗോപി. തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതലയേറ്റു. K മുരളീധരനെ അനുകൂലിച്ച് DCC പരിസരത്ത് ഫ്ലെക്സ് ബോർഡ്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPIM നേതൃയോഗങ്ങൾക്ക് തുടക്കം. മന്ത്രിസഭയിലേക്ക് K രാധാകൃഷ്ണന് പകരം ആരെന്നതിലും തീരുമാനം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗം. CPIMൽ നേതാക്കൾ തമ്മിൽ പോരെന്ന് VD സതീശൻ. ഇടതു വലതു മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം രൂക്ഷം. ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം തള്ളി അൽമായ മുന്നേറ്റം. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവ് ചവിറ്റുകൊട്ടയിലിട്ട് പ്രതിഷേധം. ഇടപ്പള്ളിയിൽ സർക്കുലർ വായിച്ചു ഏകീകൃത കുർബാന അനുകൂലികളുടെ പ്രതിഷേധം. വിവാദമായ